കൈരളി ബിഗ് ബ്രേക്കിംഗ്. ധീരജ് വധക്കേസിൽ നിർണായക വെളിപ്പെടുത്തൽ. ധീരജിനെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച കത്തി കോൺഗ്രസ് നേതാവിന്റെ കയ്യിൽ തന്നെയുണ്ട് എന്ന മുൻ യൂത്ത് കോൺഗ്രസ് നേതാവിന്റേതാണ് വെളിപ്പെടുത്തൽ. ഡീൻ കുര്യാക്കോസ് എംപിയുടെ സ്റ്റാഫ് അംഗവും യൂത്ത് കോൺഗ്രസ് ഉടുമ്പൻചോല നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റുമായിരുന്ന സെബിൻ എബ്രഹാമാണ് ഇത്തരത്തിൽ ഒരു നിർണായക വെളിപ്പെടുത്തൽ കൈരളി ന്യൂസിനോട് നടത്തിയത്. അതേസമയം ധീരജിനെ കുത്തിയ കത്തി കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞു എന്നാണ് പ്രതി നിഖിൽ പൈലി നേരത്തെ പോലീസിന് മൊഴി നൽകിയത്. 2 ദിവസങ്ങളിലായി നടന്ന സംഭവങ്ങളുടെ വെളിപ്പെടുത്തലാണ് സെബിൻ അബ്രാഹാം നടത്തിയത്. ഒന്ന്, ധീരജ് കൊല്ലപ്പെട്ട അന്ന് തനിക്കൊപ്പമുണ്ടായിരുന്ന യൂത്ത് കോൺഗ്രസ് നേതാവ് ബിജോ മാണിയും ആക്രമണത്തിന് ആഹ്വാനം ചെയ്തിരുന്നു എന്ന വെളിപ്പെടുത്തൽ. മറ്റൊന്ന്, ധീരജിനെ കുത്തിക്കൊലപ്പെടുത്തുവാൻ ഉപയോഗിച്ച കത്തി കോൺഗ്രസ് നേതാക്കന്മാരുടെ കയ്യിൽ ഉണ്ട് എന്ന വെളിപ്പെടുത്തൽ. അഭിഭാഷകരായ KB സെൽവത്തിന്റെയും മോബിൻ മാത്യുവിന്റെയും കൈവശം ധീരജിനെ കുത്തിക്കൊലപ്പെടുത്തിയ കത്തി ഉണ്ട് എന്നാണ് വെളിപ്പെടുത്തൽ. KB സെൽവം DCC ജനറൽ സെക്രട്ടറിയും മോബിൻ മാത്യു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയുമാണ്. പാർട്ടി ചുമതലകളിലൊക്കെ ഉള്ള രണ്ടുപേര് തന്നെയാണ്. അവരോടൊപ്പം അതിലൊരാളുടെ കാറിൽ ചെറുതോണിക്ക് വരുന്ന സമയത്താണ്, ഭക്ഷണം കഴിക്കാൻ നിർത്തിയ സമയത്താണ് അതിലൊരാൾ കാറിൻ്റെ ഡോറിൻ്റെ ഉള്ളിൽ നിന്ന് ഈ കത്തിയെടുത്ത് കാണിച്ചിട്ട് ഇത് ഏതാണെന്ന് മനസ്സിലായോ എന്നോട് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു ഇതാണോ അത് എന്ന് ചോദിച്ചപ്പോൾ അതെ. DCC ജനറൽ സെക്രട്ടറിയായ KB സെൽവത്തിൻ്റെ വാഹനത്തിലാണ് യാത്ര ചെയ്തുകൊണ്ടിരുന്നത് മോബിൻ മാത്യു. അദ്ദേഹത്തിൻ്റെ അസോസിയേറ്റാണ് ഇപ്പോൾ. മോബിൻ മാത്യു ആണ് എന്നെ എടുത്ത് കാണിച്ചത്. കുറ്റവാളികൾ ആരാണെങ്കിലും രക്ഷപ്പെടാൻ അനുവദിക്കില്ല എന്നും നിയമവിദഗ്ധരുമായി ആലോചിച്ച് വേണ്ടതെല്ലാം ചെയ്യുമെന്നും CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ് പറഞ്ഞു. KPC പ്രസിഡന്റ് K സുധാകരൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതൃത്വം ആസൂത്രിതമായി നടത്തിയ ഒരു ഗൂഢാലോചനയാണ് ധീരജിൻ്റെ വധത്തിലേക്ക് എത്തിച്ചത്. ആ കൊലപാതകമായ ആളിനെ ഇപ്പോഴും കോൺഗ്രസ് സൈബർ സെല്ലിൻ്റെ പ്രധാനപ്പെട്ട ചുമതലയായി നടത്തി, സോഷ്യൽ മീഡിയ പ്രധാനപ്പെട്ട ചുമതല എടുത്തിരിക്കുക. കുറ്റവാളികൾക്ക് മാത്രമല്ല, കുറ്റവാളികളെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന ഏറ്റവും ഉന്നതനായ ആരാണേലും ചരിത്രവും അതുപോലെ നിയമവും അവർക്ക് മാപ്പ് കൊടുക്കാൻ കഴിയാത്ത രൂപത്തിൽ നിലപാട് ഞങ്ങൾ സ്വീകരിക്കും. ധീരജിനെ കുത്തിയ കത്തി കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞിരുന്നു എന്നാണ് നിഖിൽ പൈലി പോലീസിന് മൊഴി നൽകിയിരുന്നത്. പോലീസ് തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായിരുന്നില്ല. കോൺഗ്രസ് നേതൃത്വത്തിന്റെ അറിവോടെ കത്തി ഒളിപ്പിച്ചതാണ് എന്ന നിർണായക വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കൈരളി ന്യൂസ്, ഇടുക്കി.